ഉടനെ അങ്ങനെ ഞങ്ങൾ തലപ്പാടി കഴിഞ്ഞു, കാസർഗോഡ്, അവിടുന്ന് കാഞ്ഞങ്ങാട് വഴി കയറി എല്ലാം കറങ്ങി ഇപ്പോൾ കെ കണ്ണപുരം കഴിഞ്ഞ് പാപ്പിനിശ്ശേരി, വളപട്ടണം, കണ്ണൂരിൻ്റെ തെരുവീതിയിൽ വരെ ഞങ്ങളായിരിക്കുകയാണ്. യാത്രകൾ ഈ ടാറ്റ ബായ് ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചിരിക്കുകയാണ്. മുന്നോട്ട് ഉള്ള പ്രയാണത്തിൽ വരുന്ന തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾ നല്ലൊരു ചിരി എന്ന ചില്ലയിൽ ചിരിച്ചുകൊണ്ട് അതിനെ നേരിടുന്നു. അപ്പോൾ ഇനിയും ഒരു ചായ കുടി. നെട്ടൂർ മാർക്കറ്റിൽ വേബ്രിജിൽ കയറിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ്. അതെ അതെ, ഞങ്ങൾ ആദ്യമായിട്ടല്ല, 1-2 തവണ വന്നിട്ടുണ്ടോ 6 വീലുമായിട്ട്. ഞങ്ങൾ അപ്പുറത്തെ ഗേറ്റിൽ പോയിട്ട് അവിടെ അടച്ചിട്ടൊക്കെയാണ്. എത്ര? 150 രൂപ. ആ, പിന്നിൽ അവിടെയുള്ള കർഷകരുടെ വളരെയധികം കഷ്ടതയുണ്ട്. പിന്നെ നമ്മുടെ ലോറി ഫീൽഡ് ഡ്രൈവർമാരുടെ വളരെയധികം സങ്കടങ്ങളും പ്രയാസങ്ങളുമുണ്ട്. ജനങ്ങൾക്കിതൊന്നും അറിയില്ല. അവർ കടയിൽ ചെല്ലുന്നു, എനിക്ക് 1 കിലോ സവോള വേണം. അവർ പറയുന്നു ഇത് എവിടെ നിന്ന്, ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്ത് നിന്ന് വരുന്നതെന്ന് അവരറിയുന്നില്ല. അത് ഇതിന്റെ പിന്നിൽ നമ്മളെ കൂട്ടുള്ള അനേകായിരം ഡ്രൈവർമാരുടെ അധ്വാനമുണ്ട്. ഇപ്പം നമ്മൾ കൊണ്ടുവന്ന ലോഡ് നമ്മുടെ ജീവിതമാർഗം നമ്മൾ കൊണ്ടുവന്നു. അതുകൊണ്ട് എത്രയോ ഡ്രൈവർമാർ ഇതിന്റെ പിന്നിൽ ഇതേമാതിരി ഇങ്ങനെ നിത്യോപസാധനങ്ങൾ കൊണ്ടുവരാനും അതുകൊണ്ട് മറ്റാവശ്യ വസ്തുക്കൾ കൊണ്ടുവരാനും നമ്മളെ കൂട്ട് എത്രയോ ഡ്രൈവർമാര്. നല്ല മഴയായിരുന്നു ബായി. ഞാനൊന്ന് ഉറങ്ങണമെന്ന് വെച്ചിട്ട് എൻ്റെ ബായി നമുക്കിതിനകത്ത് കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല. കൊതുക്, ഈ കൊതുകിന് നിർമ്മാർജ്ജനം ഒന്നും ഇവിടെ ചെയ്യുന്നില്ല. കൊതുകിൻ്റെ നിർമ്മാർജ്ജനം ചെയ്യുന്നില്ല. അതിനായിട്ട് ഓടകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുക, ആ വേസ്റ്റ് ബക്കറ്റുകൾ ഉണ്ടാക്കി കൊടുക്കുക, അതിനെ മറവ് ചെയ്യുക. കടക്കാരുടെ ഫ്രണ്ടിലെ കടകളിലെല്ലാം പൂന്തോട്ടങ്ങൾ പോലെ, ഗാർഡനുകൾ പോലെയും നല്ല വൃത്തി എന്ന പദത്തെ അവർ തന്നെ അത് അടിപൊളിയാക്കുകയാണെങ്കിൽ ഒരു കൊതുക് പോലും കാണുകയില്ലെന്ന ഗവൺമെൻറ് കൊതുക് നിർമ്മാണത്തിന് എന്തെങ്കിലും മരുന്നുകൾ കണ്ടുപിടിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം ഒരു തരത്തിലും ഇവിടെ ഉറങ്ങാൻ സാധിക്കുന്നില്ല. നമ്മുടെ ഇറക്കാനുള്ള കട അഡ്വാദ് ട്രേഡേഴ്സ്, അവിടെ നമ്മളെ അദ്ദേഹം വിളിച്ചായിരുന്നു രാത്രിയല്ലേ, രാവിലെ ഇറക്കി തരാമെന്നാണ് പറഞ്ഞത്. അതെ ഭായി, ഇതേണ്ട ഒരു വണ്ടി ലോഡ് മറ്റാവശ്യത്തിനായിട്ട് ഒരു ഐസറിൻ്റെ വണ്ടി പോകുന്നത്. അതെ, ഇവിടെ ആൾക്കാർക്ക് കഴിക്കാനുള്ള പച്ചക്കറി ഇവിടുത്തുള്ള വ്യാപാരികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. വ്യാപാരികൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? അവർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ള കച്ചവടക്കാരിൽ നിന്ന് അവരെടുത്ത് ഇത് ഇവിടെ നാട്ടിലേക്ക് എത്തിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ എവിടെയാണ് വലിയ തോതിൽ കൃഷിയും കാര്യങ്ങളും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഈ സാധനങ്ങളൊന്നും വന്നില്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തില്ല. അതാണ് അവസ്ഥ, അതാണ് സത്യം. നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഇതാണ് ലോറി ഫീൽഡുമായി ബന്ധപ്പെട്ട് ഒരു ലോറി കഥയിൽ ഒരു സവോള ലോഡിൻ്റെ കഥ പറയാനുള്ളത്. രാവിലെ ഇറക്കണത് അഡ്വാദ് ട്രേഡേഴ്സ്, വെജിറ്റബിൾ ആൻഡ് ഓണിയൻ മർച്ചൻ്റ്. അദ്ദേഹം പൂന അഹമ്മദ് നഗറിൽ നിന്ന് സവോള എടുക്കുന്ന ഒരു മൊത്ത വ്യാപാരിയാണെന്ന് തോന്നുന്നു കേട്ടോ. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് കേട്ടോ, നമ്മളെ ശല്യപ്പെടുത്തിയൊന്നുമില്ല. സാറിന് ഈ ചില ലോഡുകൾ നമ്മൾ കയറ്റുമ്പോഴുണ്ടല്ലോ, കച്ചവടക്കാർ വളരെയധികം പിടിച്ച് ടോർച്ചർ ചെയ്യും. അതായത് വണ്ടി എത്തും എനിക്ക്, അതായത് അഹമ്മദ് നഗറിൽ നിന്ന് പൂനെയിൽ നിന്നൊക്കെ ലോഡ് കയറുമ്പം രാവിലെ കയറുന്ന ലോഡ് വൈകിട്ട്
പുള്ളിയുടെ അടുത്ത് വരും എന്നൊക്കെ പറഞ്ഞ കഥയുണ്ടാകും. നമ്മൾ വണ്ടിയുടെ ടയർ പഞ്ചറായി, നമ്മൾ ആ കാര്യം അദ്ദേഹത്തെ ധരിപ്പിച്ചു. അതിൻ്റെ വീഡിയോ നമ്മൾ അദ്ദേഹത്തിന് ഇട്ട് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ നാളെ എത്തുമല്ലോ. അപ്പോൾ നമ്മളെ വൈകിട്ട് തന്നെ വിളിച്ചു. അദ്ദേഹം ഒരു 11 മണിക്ക് 11:30 വിളിച്ചു. നിങ്ങൾ എവിടെയായി? നമ്മൾ ഏകദേശം പറവൂരായി. ഒരു കാറുകാരൻ വന്ന് നമ്മളോട് ചോദിച്ചു നെടുമ്പാശ്ശേരി അങ്ങനെ പോകുന്നു. അപ്പം നമ്മൾ കറക്റ്റ് ആ സ്ഥലം പറഞ്ഞു കൊടുത്തില്ലേ, പറവൂരി എന്നിട്ട് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 വഴി കിട്ടും. അതിലൊരു വഴി നേരെ നെടുമ്പാശ്ശേരിക്കാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പം ഈ കടക്കാരൻ നല്ലൊരു മനുഷ്യനാണ്, അഗ്വാദ് ട്രേഡേഴ്സിൻ്റെ ഉടമ. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അവിടെ വന്ന് എൻ്റെ കടയുടെ അപ്പുറത്ത് കിടന്നു, രാവിലെ ഇറക്കിത്തരാം. നമ്മളെ ഒരു തരത്തിലും പുള്ളി വിളിച്ച് നമ്മളെ ബുദ്ധിമുട്ടിപ്പിച്ചു ഒന്നും. നമ്മുടെ ബുദ്ധിമുട്ട് അദ്ദേഹം നമ്മുടെ സാഹചര്യം പറഞ്ഞപ്പം പുള്ളി നമ്മുടെ വണ്ടിയുടെ ടയർ 2 പ്രാവശ്യം പഞ്ചറായിരുന്നു. പുള്ളിക്ക് ലോഡ് സത്യം പറഞ്ഞ ഇന്ന് രാവിലെ നമ്മൾ കൊടുക്കേണ്ട ലോഡാണ്. അദ്ദേഹം പറഞ്ഞ മാവേലി നമ്മളിവിടെ വന്നത് വൈകുന്നേരമായി വന്നപ്പോഴേ. മാവേലി മണ്ണിന്റെ ഓണം ഇവിടെ അടുത്തിരിക്കുകയാണ്. അപ്പം ഓണത്തിനുള്ള കച്ചവടക്കാരാണ്, അവരവരുടെയുള്ള മൈൻഡിൽ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്നാലും നമ്മളെ ഒരു തരത്തിലും പുള്ളി ഇങ്ങനെ നിരന്തരമായിട്ട് വിളിക്കുകയോ ശല്യപ്പെടുത്തുകയോ ഒന്നും ചെയ്തില്ല. നല്ലൊരു മുതലാളിയാണ്. അതാണ് മാർക്കറ്റുകളിൽ ലോറി ഫീൽഡ് സംബന്ധമായ ലോറി ഡ്രൈവറായ എനിക്ക് പറയാനുള്ള കഥ. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് ഞാൻ വിട്ടുതരുന്നു. കാൾ ഫെഡറിക് ബെൻസിൻ്റെ കണ്ടുപിടുത്തമായ ബെൻസ്, അദ്ദേഹം കൊടുത്ത ബെൻസ് എഞ്ചിനെ ടാറ്റ എന്ന രത്തൻ ടാറ്റ അദ്ദേഹത്തിൻ്റെ ഇന്ത്യയിൽ പരിഷ്കരിച്ച ടാറ്റ, ആ ടാറ്റ വാഹനം ഞങ്ങളെ ഈ മരട് മാർക്കറ്റിൽ ഞങ്ങളെ എത്തിച്ചു. വളരെയധികം നന്ദി ടാറ്റ മകനെ, നന്ദി 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 നന്ദി. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഇത്രയുമാണ് ഇതിനെക്കുറിച്ച്, ഈ ലോഡുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ലോറി ഇനിയും ഈ ലോഡ് ഇറക്കിയ കുറിച്ചുള്ള കാര്യങ്ങൾ അടുത്ത ദിവസം പുതിയ വീഡിയോയുമായി കാണുന്നതിന് വരെ നന്ദി.